എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി വെക്കുക. അപ്പോൾ വീഡിയോസ് ഒന്ന് കണ്ടു വെക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് എനിക്ക് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മമ്മ വരുന്നുണ്ട്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആണ്. പിന്നെ നാളെ നമ്മുടെ കാവിൽ പൂക്കൂടലാണ്. അപ്പോൾ ഇങ്ങനെ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നാണ് പൂ നന്നാക്കുന്നത്, പക്ഷെ എനിക്ക് നന്നാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സങ്കടത്തിലുമാണ്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നാൽ വേഗം പൊളിച്ചിട്ട് ഞാൻ പൂ നന്നാക്കാൻ പോകും. അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നിരിക്കുകയാണ്. പിന്നെ പൂ നന്നാക്കുന്നതും പൂമൂടലിൻ്റെ വിഷ്വലും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവും. അപ്പം ഞാൻ സ്കൂളിൽ പോയി ഇറങ്ങുകയാണ്. അപ്പം ഞാൻ സ്കൂളിൽ പോയി വന്നു, വേഗം പൂ നന്നാക്കാൻ പോയി. ഞാൻ ചെന്നപ്പോഴേക്ക് ഏകദേശം ഒക്കെ പൂ നന്നാക്കി. എന്നാലും എനിക്ക് നന്നാക്കാൻ കുറച്ച് കിട്ടി. പിന്നെ ഞാൻ മാല കോർത്തു. ഞാൻ വന്നപ്പോഴേക്കും അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂ മാല കെട്ടി നല്ല ഭംഗി, നല്ല തിക്കായിട്ടാണ് നമ്മൾ മാല കെട്ടിയത്. ഇതാണ് നമ്മൾ മാല കെട്ടി ചാർത്തിയിട്ടുള്ള വിഷ്വലാണ്. ഇത് പൂമൂടിൽ അന്ന് രാവിലെ ഉള്ളതാണ്. ഞാൻ ഇടാൻ ലേറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ അമ്പലം ഇപ്പം എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അത് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ശാന്തിക്കാരാണ്. അപ്പം നിങ്ങൾ കണ്ടില്ല അന്നത്തെ ദിവസം രാവിലെയുള്ള തിരക്ക്. ഇത് പൂമൂടലിന് മുന്നേ ഉള്ളൊരു തിരക്കാണ്. ഞാൻ ക്ഷണിച്ചിട്ട് പ്രത്യേക സ്വീകരിച്ച് ഒരു വിദേശ വനിത വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് മറിയ എന്നാണ്. ഞാൻ ഇതേപോലെ ഒരു ദിവസം അമ്പലത്തിൽ അവർ കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്പറൊക്കെ വാങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം ഞങ്ങൾ ചാറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും അവർ വരാമെന്ന് പറഞ്ഞു. വന്നു. അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് തന്നെ നടക്കാൻ മടിയാന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ സുരേഷ് മാമ പായസം നേദിക്കാനുള്ളത് ഒരു പാത്രത്തിലാണ്. അപ്പോൾ ഇവർ പൂ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അച്ഛൻ ഇനി വന്നിട്ട് പൂവൊക്കെ ശുദ്ധിയാക്കും. പിന്നെ പൂ ആദ്യം കൊണ്ടുവന്ന കൈയിലേക്ക് വെള്ളം തളിച്ച് വെച്ചിട്ട് നമ്മുടെ കൈ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ്. ആദ്യം നമ്മുടെ കമ്മിറ്റിക്കാരാണ് പൂ കൊണ്ടുപോയത്. അതിൻ്റെ പുറകിൽ ഞാൻ, പിന്നെ അമ്മ, പിന്നെ വിദേശ വനിത. അതിനുശേഷം ധാരാളം ഭക്തരുടെ കയ്യിൽ പൂ കൊടുത്ത് അവർ മണ്ഡപത്തിൽ കൊണ്ട് വെച്ചു കൊടുക്കും. അത് അച്ഛനെടുത്ത് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഭഗവതിക്ക് അത് അഭിഷേകം ചെയ്യും. അങ്ങനെ ഭഗവതീൻ്റെ കഴുത്തിനൊപ്പം നമ്മൾ പൂ മൂടും. 6 അടി ഹൈറ്റുള്ള വിഗ്രഹമാണ്. അപ്പോൾ അത് ഫുള്ളും പൂമൂട് അത്രയും ടാസ്ക്കാണ്. എന്നാലും നമുക്ക് ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ കയ്യിൽ പൂ തന്നു. വലിയ കൊട്ടയാണ് കമ്മിറ്റിക്കാർ എല്ലാവരും കൂടെ കൊണ്ടുവന്നത്. നമ്മുടെയൊക്കെ കയ്യിൽ ചെറിയ കൊട്ടയാണ് തരിക. അങ്ങനെ ഞങ്ങൾ പുഷ്പം സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം കമ്മിറ്റിക്കാർ, അതിൻ്റെ പുറകിലായിട്ട് ഞങ്ങളൊക്കെ വരുള്ളൂ. ഫസ്റ്റ് കമ്മിറ്റിക്കാർ സമർപ്പിക്കുന്ന പൂവാണ് അഭിഷേകം ചെയ്യാം. ഉള്ളിൽ തന്ത്രിയുണ്ട്. അപ്പം അച്ഛൻ തന്ത്രീൻ്റെ കൈ കൊണ്ട് കൊടുക്കും. തന്ത്രിയാണ് അഭിഷേകം ചെയ്യാം. അപ്പോൾ നമ്മുടെ പൂവൊക്കെ കോയമ്പത്തൂരിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെയാണ് ആ കട്ടിലേൻ്റെ അവിടെ കിടക്കുന്ന 2 മാല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പൂവ് സമർപ്പിച്ചു. പിന്നെ വിദേശ വനിത എൻ്റെ തൊട്ടുവാണെങ്കിൽ അമ്മയുണ്ട്. ഇനി അടുത്ത നമ്മുടെ അമ്പലത്തിൽ വിശേഷമായിട്ട് വരുന്നത് എന്താ വെച്ചാൽ കാത്തികൾക്കാണ് December 4. അപ്പോൾ എല്ലാവരും എത്തിച്ചേരുക കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലം ഫുള്ള് ദീപം കൊണ്ട് നിറയും. റോഡിലായിക്കോട്ടെ, പിന്നെ നമ്മുടെ താരം പുഴയുടെ സൈഡിൽ കൂടെ ആൾച്ചോട്ടിൽ കൂടെ ഫുൾ ദീപം കൊണ്ട് നിറയും. നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഒരു തവണ നമ്മുടെ പുഴയിൽ കൂടെ നിരത്തി വെച്ചിട്ടുണ്ടാകുന്ന വെള്ളം കുറവായത് ആ കെട്ടിലൂടെ 2 സൈഡിൽ കൂടെ നല്ല ഭംഗിയാണ്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരിക. അപ്പോൾ അതാ ശാന്തിക്കാരൊക്കെ പ്രസാദം കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.